ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തവും ശ്രദ്ധേയവുമായ രാഷ്ട്രീയ കുടുംബങ്ങളിലൊന്നാണ് RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റേത്. ലാലുവിന്റെ ഭാര്യ റാബ്രി ദേവിക്കും 7 പെൺമക്കളും 2 ആൺമക്കളുമാണുള്ളത്. ഈ കുടുംബത്തിലെ പല അംഗങ്ങളും രാഷ്ട്രീയത്തിൽ സജീവമാണ്. മൂത്ത മകളായ മിസ ഭാരതി ലോക്സഭാ അംഗമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ നിയമമായിരുന്ന മിസ ആക്ട് പ്രകാരം അടിയന്തരാവസ്ഥക്കാലത്ത് ലാലു പ്രസാദ് യാദവ് ജയിലിലായിരുന്ന സമയത്താണ് മകൾ ജനിച്ചത്. ഇതിനോടുള്ള ബന്ധം സൂചിപ്പിക്കാനാണ് ഈ പേര് മകൾക്ക് നൽകിയത്. മിസ ഭാരതിയുടെ രാഷ്ട്രീയ യാത്ര വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ജോലിക്ക് പകരമുള്ള ഭൂമി കുംഭകോണം കേസിനൊപ്പം ഭർത്താവ് ശൈലേഷ് കുമാറിനൊപ്പം ചേർന്ന് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസും മിസ ഭാരതിക്കെതിരായിട്ടുണ്ട്. 2022 പിതാവിന് വൃക്കദാനം ചെയ്തതിലൂടെ ശ്രദ്ധ നേടിയ രോഹിണി ആചാര്യ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. RJDയുടെ തിരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രോഹിണി ആചാര്യ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. സഹോദരൻ തേജസ്വിയുടെ അനുയായികളിൽ നിന്ന് അധിക്ഷേപം നേരിട്ടെന്നും ചെരുപ്പ് കൊണ്ട് അടിക്കാൻ ശ്രമിച്ചുവെന്നും രോഹിണി ആരോപിച്ചു. പിതാവിന് വൃക്കദാനം ചെയ്തത് പണത്തിനോ പാർട്ടി സീറ്റിന് വേണ്ടിയോ ആണെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചതായും രോഹിണി വെളിപ്പെടുത്തി. മറ്റു പെൺമക്കളായ ചന്ദ സിംഗ്, രാഗിണി യാദവ്, ഹേമ യാദവ്, അനുഷ്ക റാവു, രാജലക്ഷ്മി യാദവ് എന്നിവർക്കും രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. ചിലർ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബങ്ങളിലേക്ക് വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ വിവാദങ്ങൾക്ക് പിന്നാലെ രാജലക്ഷ്മി, രാഗിണി, ചന്ദ എന്നിവർ പട്നയിലെ വസതി വിട്ട് ഡൽഹിയിലേക്ക് പോയതായും റിപ്പോർട്ടുണ്ട്. മൂത്ത മകനായ തേജ് പ്രതാപ് യാദവ് മുൻപും പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ലാലു പ്രസാദ് യാദവ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. നിലവിലെ കലഹത്തിൽ സഹോദരി രോഹിണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച തേജ് പ്രതാപ് രംഗത്തെത്തി. ലാലു പ്രസാദ് യാദവിന്റെ പിൻഗാമിയായി പാർട്ടിയെ നയിക്കുന്നത് ഇളയ മകനായ തേജസ്വി യാദവാണ്. മികച്ച ക്രിക്കറ്റ് താരമായിരുന്ന തേജസ്വി അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ബീഹാറിന്റെ പ്രതിപക്ഷ നേതാവാണ് നിലവിൽ അദ്ദേഹം. ജോലിക്ക് പകരമുള്ള ഭൂമി കുംഭകോണം, IRCTC അഴിമതി കേസ് എന്നിവ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ കരടായ അഴിമതി കേസുകളാണ്. സഹോദരി രോഹിണി ആചാര്യ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കാരണക്കാരൻ തേജസ്വിയാണെന്ന ആരോപണവും ശക്തമാണ്. രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയിൽ കുടുംബത്തിലെ പിളർപ്പ് കൂടുതൽ രൂക്ഷമാവുകയാണ്. RJDയുടെ ഭാവി കൂടി പ്രതിസന്ധിയിലാക്കുകയാണ് ഈ കുടുംബകലഹം.